ഹലോ, നിങ്ങൾ ചിക്കൻ ചിന്താമണി കഴിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ വെൽക്കം ടു ഫുഡ് സ്റ്റോറി. 10 ചുവന്ന ഉണക്കമുളക് കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെക്കാം. 30 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 5 വെളുത്തുള്ളി ചതച്ചതും എടുക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുരു കളഞ്ഞ വറ്റൽമുളക് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 250 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം ചിക്കൻ പകുതി വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇത് അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും. കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. എല്ലാം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ നമ്മളിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് ഗ്രേവി ടൈപ്പ് പോലെയാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ചിന്താമണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.